നമുക്കേ ഈ ചെറുനാരങ്ങ ഇവിടെ ഇച്ചിരി വെള്ളയായിട്ട് അച്ചാറിട്ടാലോ. എന്നും നമ്മൾ ചുമപ്പൊക്കെ ആയിട്ടല്ലേ ഇടുന്നത്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളയ്ക്ക് അച്ചാറിടുന്നതാണ്. ശകലം നാരങ്ങയേ ഉള്ളൂ, അത് കാരണം നമുക്കതിനെ അങ്ങോട്ട് വെള്ളയ്ക്കായിട്ട് അച്ചാറിടാം. നാരങ്ങ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് വാട്ടിയെടുത്തതാണ്. നമുക്ക് ഈ നാരങ്ങയ്ക്കകത്തോട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങയുടെ തന്നെ നീരിറങ്ങിയ കണ്ടോ. ഇത് മുഴുവൻ നാരങ്ങയുടെ നീര, ഒരു തുള്ളി വെള്ളം പോലും. വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കട്ടെ. ചട്ടി വെച്ചു, എണ്ണ ചൂടായി. അപ്പം നമുക്ക് അതിനാവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നു, ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കാന്താരി ഉള്ളവർ കാന്താരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കാന്താരി ഇല്ലാത്ത കാരണം ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി കൊമ്പൻമുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. കാന്താരിയിൽ അത്ര എരിവില്ലല്ലോ പച്ചമുളകിന്, അത് കാരണം കാന്താരി ആണെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ട. വെള്ളക്കിടുന്ന അച്ചാറായത് കാരണമാണ് മുളക് കൂടുതലിട്ടത്. 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരിച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. ശക്കലം വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണേ. നാരങ്ങയ്ക്ക് പുളിയുണ്ടല്ലോ, അതുകൊണ്ട് അത് മതി. നമ്മുടെ നാരങ്ങ വെള്ളയ്ക്ക് അച്ചാറിടുമ്പം അതിൻ്റെ കയ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ എടുത്തേക്കുന്ന നാരങ്ങയ്ക്ക് അനുസരിച്ച് മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. നമ്മൾ ചുമലയ്ക്കായിട്ട് അരപ്പിട്ടിട്ട് അച്ചാറിടുവാണ്, വെല്ലമാണ് ചേർക്കുന്ന നാരങ്ങയിൽ. വെള്ളയ്ക്ക് അച്ചാറിടുമ്പം പഞ്ചസാരയാണ് കയ്പിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പാണേ. അറിയത്തില്ലാത്തവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും അച്ചാർ. കയ്പും ഒരിത്തിരി മധുരം എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ബാലൻസ് ആകും, നല്ല രസമായിരിക്കും അത് കൂട്ടാൻ. അപ്പോഴേ നമ്മൾ നാരങ്ങ വെള്ളയ്ക്ക് അച്ചാറിട്ടേക്ക് പോകും കേട്ടോ. അപ്പം എത്ര പെട്ടെന്ന് പരിപാടി തീർന്നു. കാന്താരി മുളകാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ് കേട്ടോ ഈ വെള്ള നാരങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ. ഞാനിവിടെ ഇപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് കൊമ്പൻമുളകാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനകത്ത് ഞാനൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഒന്നും ചേർത്തതല്ല കേട്ടോ. ഇത് നാരങ്ങ നിറഞ്ഞ നീരും പിന്നെ ഒരു ടേബിൾ സ്പൂണാണ് ഇത് വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി മെല്ലെ ഒന്ന് തിള വന്ന് കഴിയുമ്പം നമുക്ക് ഈ നാരങ്ങ അച്ചാർ തീ ഓഫാക്കാം. പിന്നെ അതിനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കണം അതിനകത്ത്. ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ എയർ കയറാത്ത നല്ലൊരു കുപ്പിയിലിട്ടങ്ങ് അടച്ച് വെച്ചാൽ മതി. അവിടെ ഇരുന്നങ്ങ് സെറ്റാകും. 1-2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് മെല്ലെ എടുത്ത് കൂട്ടാൻ തുടങ്ങാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു കഷ്ണം മതി തൊട്ടുകൂട്ടി കഞ്ഞി കുടിക്കാൻ, ചോറുണ്ണാനൊക്കെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോ.